എന്നുള്ളൊരു പ്ലാന് അല്ലെങ്കിൽ ഒരു ഇത് ഉണ്ട്. അപ്പം ആ ദിവസം നാളെയാണ്. അപ്പം നാളെ ഏട്ടൻ്റെ അടുത്തമ്മയുടെയും താലിയേട്ടാണ്. അപ്പം നമ്മൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ 10 വീഡിയോസ് ഒന്നും ഇട്ടിട്ടൊന്നും ഇല്ല ഇപ്പോൾ. പക്ഷെ നമ്മൾ നാളെ അങ്ങനത്തെ ഒരു ഡേ ആണ്. അപ്പം അത് നമുക്കൊരു നല്ലൊരു ഇതായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ബാക്കി വീഡിയോസ് കാണാം. കഴിഞ്ഞില്ലേ? എവിടെ പോവാ? എവിടെ പോവാട്ടാ? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മല്ലോ ഫാമിലി സുജിൻ പൊന്നൂസിനെ വീണ്ടും കല്യാണം കഴിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ജാതകത്തില് ദോഷമാണ്, ഞാൻ 2ാം ഘട്ടമൊക്കെ കെട്ടും, ജാതകത്തിൽ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നാട്ടുകാരെ പറ്റിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്കതല്ലേ ഇത് കണ്ടിട്ട് അയ്യോ ഞങ്ങൾ കാത്തിരുന്ന സ്വപ്നം നിങ്ങൾ ഒന്നിച്ചു എന്ന് പറഞ്ഞും കൊണ്ട് മൊണ്ണത്തനം പറയുന്ന കുറെ കാട്ടുമൊണ്ണങ്ങളുണ്ട്. അതിനെയൊക്കെ കാണുമ്പോഴാണ് എനിക്ക് റിയലി പുച്ഛം തോന്നുന്നത്. സീരിയസ്ലി പറയാലോ, കാണുമ്പോൾ പുച്ഛം മാത്രമാണ്, വേറെ ഒന്നും എനിക്ക് അവരോട് തോന്നുന്നില്ല, വേറെ ഒന്നും എനിക്ക് പറയാനുമില്ല. അമ്മാതിരി പുച്ഛവും പരിഹാസവും ഒരു 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 സഹതാപമാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വിവരം ബോധം പൊക്കണമില്ലാത്ത ടീംസ് ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ താട്ടൻ, നമ്മളെ താട്ടത്തീട്ടൻ്റെ ഒരു മെഴുകനുണ്ടായിരുന്നു. നമ്മൾ ഇതാ വീണ്ടും കല്യാണം കഴിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. എടേ വീണ്ടും വീട്ടിൽ കാറെടുത്ത് ബസ് എടുത്തില്ല, കുറെ ഏതൊക്കെ ലക്ഷറി കാറുകളൊക്കെ എടുത്ത് നിരത്തിയിട്ടുണ്ട്. ബെഞ്ച്, BMW, ഓടി എല്ലാം ഉണ്ട്. ഫോർച്യൂണർ എടുത്തില്ല കേട്ടാ. കളിയാക്കൽ കിട്ടുമെന്ന് പറഞ്ഞ് ഫോർച്യൂണർ എടുത്തില്ല. എന്തായാലും നാട്ടുകാരെ മുഞ്ചിച്ച് ഇതിന്റെയൊക്കെ സബ്സ്ക്രൈബേഴ്സിന്റെ കണ്ണിൽ തന്നെ പൊടിയിട്ട് പുതിയ നാടകങ്ങളും ആയിട്ട് ഇറങ്ങിയിരിക്കണം. അവനറിയാം ഈ ഒരു കല്യാണം റിക്രിയേഷൻ ചെയ്യുമ്പോൾ വീണ്ടും അത് വൈറലാകും, വീണ്ടും അത് വേറൊരു ചർച്ചാ ലെവലിലോട്ട് പോകുമെന്ന് അവനും അറിയാം. അതിനുശേഷം അവൻ വന്നൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുമ്പോൾ 1 മില്യണോ 2 മില്യണോ കുറഞ്ഞത് വ്യൂസ് അടിക്കും. അതിൽ നിന്ന് ഒരു 10, 12, 20 ലക്ഷം കൊണ്ട് അവൻ വീണ്ടും പോകും. ഇത്രയേ ഉള്ളൂ. ഇത് എവിടെയാണ് വിട്ടികൾ, ആരാണ് വിട്ടികളാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഓഡിയൻസ് ആണ്. ഓക്കെ, അവനെ കണ്ട് തെറി വിളിക്കുന്നവരെ ഒന്നും പറയത്തില്ല, പക്ഷെ അവനെ പോയി സപ്പോർട്ട് ചെയ്യില്ലേ മൊണ്ണകൾ, ഒന്നും പറയാനില്ല. ബെല്ലെ ബെസ്റ്റ്. എന്തായാലും താട്ടന്റെ തീട്ടത്തിന്റെ ആദ്യത്തെ മെഴുകളൊന്ന് കാണാം. എല്ലാരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കൊക്കെ ഭയങ്കര സുഖക്കുറവാണ്. നിനക്കല്ലേ ഇപ്പൊ സുഖത്തിന്റെ രാവുകൾ. നിനക്ക് ഭയങ്കര സുഖമാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ നീ നമ്മളെ സൂചിപ്പിക്കണ്ട, നീ സൂചിച്ചിരുന്നു കേട്ടാ. നിന്റെ സുഖമൊക്കെ എവിടെ പോണെന്ന് നമുക്ക് മനസ്സിലായി. അത് വിട്. പ്രാർത്ഥിക്കുന്നു. അച്ചുട്ടോ, നീ ഞങ്ങൾക്കൊക്കെ വേണ്ടിട്ട് പ്രാർത്ഥിക്കും. എനിക്കല്ല, നിന്റെ കൂറ ഓഡിയൻസിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കൂ. അതെനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. മണ്ണകളെ ഒന്നും പറയാനില്ല. വേറെ അമ്പലത്തിലാണ് ഞാന്. ഇന്ന് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, താട്ടന്റെ തീട്ടന്റെ ഒക്കെ കല്യാണങ്ങളായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റിക്രിയേറ്റഡ് 2ാം കെട്ട്. ഒന്നേന്ന് കെട്ടിയോളെ തന്നെ വീണ്ടും കെട്ടി. ജാതകത്തിൽ എന്റെ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്, മീൻസ് പേരല്ല, ജാതകത്തിലുണ്ട് എനിക്ക് 2ാം കെട്ട് കെട്ടണമെന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ ഭാര്യ തന്നെ ഒന്നുകൂടി കെട്ടിയെന്ന്. എന്തോന്ന് മൊണ്ണയുടെ. കുറെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഇന്നൊരു വ്ളോഗ് പോസ്റ്റ് ആക്കാൻ വേണ്ടി പോകുന്നു ഫുള്ളായി. വീണ്ടും സഹിക്കണമല്ലോ ഇവനെ. വന്നല്ലേ വീണ്ടും വ്ളോഗ് എന്നൊക്കെ പറഞ്ഞു. കുറെ സത്യം നമ്മൾ വ്ളോഗ് പോസ്റ്റ് ആക്കിയിട്ട് ഫുള്ളായിട്ടുള്ള സന്തോഷമായിട്ടുള്ള ഒരു വ്ളോഗ് പോസ്റ്റ് ആക്കിയിട്ട്. അതെങ്ങനെയാടാ, നീ ഇത്രയും ദിവസം നാട്ടുകാരെ പറ്റിച്ച് കുറെ വ്ളോഗ് ഉണ്ടാക്കില്ല, അതല്ലേ നിന്റെ ഏറ്റവും സന്തോഷപരമായിട്ടുള്ള വ്ളോഗ്? എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാ കണ്ടത്, എത്ര രൂപയാ, എത്ര ഡോളറാ വീണത്, അതൊക്കെ നമ്മളെല്ലാവരും മറന്നെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നൊരു വ്ളോഗ് പോസ്റ്റ് ആക്കാൻ വേണ്ടി പോകാന്ന്. ചിലപ്പോൾ വൈകുന്നേരം 7 മണിക്ക് അല്ലെങ്കിൽ നാളെ വൈകുന്നേരം 7 മണിക്ക് ഞാൻ പോസ്റ്റ് ആക്കാം. ഓക്കെ, നീ എപ്പ പോസ്റ്റ് ആക്കി ആർക്ക് ചെയ്യാതെ? നിന്റെ കുറെ മൊണ്ണ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള വിവരവും ബോധവും പൊക്കണോ ഇല്ലാത്ത കുറെ ടീംസ് ഇരിപ്പുണ്ട് കാണാനായിട്ട്. അയ്യോ എന്റെ സുജിനേട്ടായി കെട്ടിയോ, എന്റെ സുജിനേട്ടായി തൂറിയോ എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറെ ടീംസ് ഉണ്ട്. അല്ല നമുക്കൊന്നും വിഷയമേ ഇല്ല. പോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ഒരു 9:30 ഉള്ളിൽ 10 മണിയാകുമ്പോഴേക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ആക്കും. അച്ചോടാ, സർപ്രൈസ് ആയിരിക്കും അല്ലേ? ജഗണ് ജഗണ് ജഗ് ജഗണ് ജഗണ് ജഗ് ജഗണ് ജഗണ് ജഗ് ജാജ. ഒരു നല്ലൊരു ദിവസം തന്നെ ആവട്ടെ. ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള, നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ മൊണ്ണകൾ, ഇഷ്ടപ്പെടുന്ന മൊണ്ണകൾ എന്നേ ഞാൻ പറയത്തുള്ളൂ. അതായത് തലയ്ക്കകത്ത് തീട്ടം നിറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ബോധമില്ലാത്ത കുറെ എണ്ണ, കൂടുതലൊന്നും പറയാനില്ല. ഒരു പോസ്റ്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ, ഞാനിപ്പോ അമ്പലത്തിൽ പോയിട്ട് വന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ശരി. ഇതാണ് അവനടുത്ത് സന്തോഷപരമായിട്ട് ഇടാൻ പോയ വീഡിയോ. ഈ വീഡിയോ അല്ല, ഇത് മറ്റേ പഴയ വീഡിയോ ആണ്. അതായത് സന്തോഷപരമായിട്ട് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ട്, അതായത് പൊന്നൂസായിട്ടുള്ള കല്യാണം റിക്രിയേറ്റ് ചെയ്തത് ഒന്നുകൂടി നാട്ടുകാരെ കാണിച്ചിട്ട് സർപ്രൈസ് ആയിട്ട് സബ്സ്ക്രൈബേഴ്സിന് അയ്യോ ആരം കൊള്ളിക്കാനായിട്ടൊരു പോസ്റ്റ് ഇടാൻ പോവുകയാണ് നമ്മുടെ സുജിൻ. അതായത് അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്നെ അറിയാം. എന്തായാലും ഇവൻ കുറച്ച് ദിവസം മുന്നേ ലാസ്റ്റായിട്ടൊന്ന് പറഞ്ഞു വെച്ചോ, ഒരു മണ്ടേക്കോ പറഞ്ഞു വച്ചത് നിങ്ങളൊന്ന് കേൾക്കണം, എന്നിട്ട് നിങ്ങൾ ബാക്കി കാണണം, എങ്കിൽ അതിന്റെ ഒരു ഹരം കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ ഡിവോഴ്സിന്റെ പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ
സ്മിത സതീശൻ എന്ന് പറയുന്ന അവരെ ഞാൻ ഇതുവരെയ്ക്ക് ഞാൻ എവിടെയും വന്നിട്ട് നെഗറ്റീവോ കാര്യങ്ങളോ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കണം ഞാൻ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് അതിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങൾ അവൻ അങ്ങനെ ഒന്നും പറയാറില്ല, അവൻ നല്ലവനാണ്. എല്ലാ വിഷയത്തിനും A+ കിട്ടി വാങ്ങി ജയിച്ചു പോയി പാസ്സായവനെന്നാണ് അവൻ പറയുന്നത്. അയച്ചു പോടാ പള്ളിയങ്ങ് മറിക്കുകയാണ്. ഞാൻ എൻ്റെ ഭാര്യയെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല, അവളാണ് എനിക്കെതിരെ പോസ്റ്റ് ഇട്ട്. നാണമില്ലടാ നാട്ടുകാരുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ. അയ്യേ, എങ്ങനെ തോന്നുന്ന ഇത്? എന്ത് മൈറ്റാണ് ഇത്? സെന്റിമെന്റ് ആയിട്ട് കിട്ടേണ്ട ആവശ്യങ്ങളും എനിക്കില്ല. ഓക്കെ, ഞാൻ കരയണതോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സ്റ്റോറി ഇട്ടിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് വലിയ സംഗതി നേടിയെടുക്കേണ്ട ആവശ്യങ്ങളും എനിക്കില്ല. പിന്നെ ഞങ്ങളെ സൈഡിൽ നിന്ന് എന്താണ് നിനക്ക് നേടിയെടുക്കേണ്ടത്? നീ ഇങ്ങനെയാണ് കുറെ നേടിയെടുക്കും. പിന്നെ സഹതാവൊന്നും എനിക്ക് വേണ്ട, ഞാനൊന്നുമല്ല, ഒന്നുമേ അല്ല. പാടേ ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, ഒരു താല്പര്യം എനിക്കില്ല. എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് പറയാനോ ഒന്നിനും എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഞാൻ എല്ലാം പറയും. അതാണ് മല്ലു ഫാമിലി സുജി. ആട്ടോക്കാറ് നായമാണ്, ആട്ടോക്കാറ് നല്ലവന ആട്ടുകാരണ്ടാ. ഇത് പാട്ട് പാടി പാടവാടാടവാടാടാ. ഓക്കെ, ഞാൻ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ ശേഷം ഞാനായിട്ട് നിങ്ങളെ മുന്നിക്ക് ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനായിട്ടൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഞങ്ങളെ മുന്നിക്ക് എത്തിച്ചിട്ടില്ല. എന്ത് എനിക്ക് വിഷമാണ് അല്ലെങ്കിൽ എനിക്ക് അതാണ് ഇതാണെന്ന് എത്തിയിട്ടില്ല. ഇപ്പൊ ഓരോ വിഷമമുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഈ ആൾക്കാർ ഇപ്പൊ തന്നെ ഓരോ വീഡിയോസും ട്രോളും നമ്മൾ ഏകദേശം 4-5 മാസമായി ഓളോളം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴായിട്ട് നിങ്ങളെ മുന്നിക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൂടെ ഞാൻ എത്തിച്ചത്. ഇതുവരെ ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല. അതുപടി അതിനെപ്പറ്റി അങ്ങനെ പറയാതെ പോയി. എല്ലാം നീ പറയുന്ന സ്ഥിതിക്ക് അതും കൂടി പറയടേ. എന്തോന്നല്ലേ ഇത്? കുടുംബ പ്രശ്നം ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബിൽ തീർക്കുന്ന ലോകത്തില് ആദ്യത്തെ അവസാനത്തെയും എന്ന് പറയില്ലേ, ലോകത്തിലെ മൊണ്ണ കുടുംബങ്ങളുടെ കൂട്ടത്തിലെ ഒരു മൊണ്ണ എന്നേ ഞാൻ പറയത്തുള്ളൂ. കുടുംബ പ്രശ്നം ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ തീർക്കുകയാണ്. അയ്യോ, ഒരു സമയം പറയും ഭാര്യയ്ക്ക് അവിഹിതമെന്ന്, വേറൊരു സമയം പറയും ഡിവോഴ്സിന്റെ വക്കീലാണ് എന്ന് കോടതിയുടെ ബോർഡൊക്കെ കാണിക്കും, സ്റ്റേഷന്റെ ബോർഡ്, വക്കീലിന്റെ ബോർഡ്, ഇതൊക്കെ കാണിക്കും. ഇങ്ങനെ ഒരു കാട്ടുമണ്ണ് നീ അല്ലാണ്ട് ഈ ലോകത്ത് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലടാ. എടാ സത്യോടാ, നിനക്ക് ഇങ്ങനെ ചീഞ്ഞളിഞ്ഞിരിക്കാൻ നിനക്ക് തന്നെ സ്വയമേ നിന്നോടൊരു പുച്ഛം തോന്നുന്നില്ലടാ സുജിനെ. സീരിയസ്ലി ചോദിക്കുക. നാളെ ഇതൊക്കെ മക്കള് കാണുമെന്നോ, ആ മക്കള് സ്കൂളിൽ പോകുമ്പോൾ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ എന്ത് കോപ്രായെന്ന് തോന്നി പിള്ളേരെ കളിയാക്കുന്നതും അതും ഇതൊക്കെ ഫേസ് ചെയ്താൽ കുട്ടികൾ നാളെ വളരുന്ന ഒരു സ്റ്റേജ്. ഇതിനൊക്കെ പറ്റിയിട്ട് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ പൈസ വേണം, ജീവിക്കാൻ ഈ ഭൂമിയിൽ പൈസ തന്നെ വേണം. അത് ഇല്ലാതെ കടന്ന നിനക്ക് അത് വന്നപ്പോൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം അടക്കം നിനക്കതൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ചീഞ്ഞളിഞ്ഞുകൊണ്ട് സ്വന്തം കുടുംബകാര്യങ്ങളെടുത്ത് നാട്ടുകാരെ കാണിച്ച് ചീഞ്ഞളിഞ്ഞ് ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് നിനക്ക് ഉളുപ്പ് തോന്നുന്നില്ലടാ സുജിനെ? എന്തൊക്കെ വർഗങ്ങളെന്തോ. ഇനി പോട്ട് അടുത്ത് ഇവന്റെ ജഗണ് കാണാം. ഇവനെ പറ്റിയപ്പെട്ട് ഞാൻ BGM ഇട്ട് പാടിത്തരായിരുന്നു. ഇതിവിടെ കഥയിലെ രജകുമാരനും ഭവകുമാരിയും ഉന്നാകാം, പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ, കരളിലെ മോഹം തളിരണിയാനായി തപം ചെയ്യും ഇനി അമ്പലക്കൈ മണമിൽ. കഥയിലെ രജകുമാരിയും ഭവകുമാരനും ഒന്നാവാം, പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ, കരളിലെ മോഹം തളിരണിയാനായി. ശ്രീലകം വാഴുന്ന ദേവി, ഘനമന്ത്രമുണർത്തുന്ന ദേവി, തപസിരിക്കും സ്നേഹമനസ്സുകൾക്ക് ആശ്വാസമേകി. ഒഴുകുന്നു ദീപങ്ങൾ, ഒരു കൈതളങ്ങൾ, അത് കണ്ട് കൈനീട്ടി. എന്താണ് എന്തായാലും ഇത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പാടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു പാട്ടുകാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ട് എന്താ അർത്ഥം? പോട്ടെ. ഇനി താട്ടന്റെ തീട്ടി വന്നിട്ടുണ്ട്. അയ്യോ, താട്ടന്റെ തീട്ടിയല്ലല്ലോ, തീട്ടന്റെ താട്ടല്ലേ? താട്ടനാണ് സുജിത്. താട്ടന്റെ അനിയത്തി വന്നിട്ടുണ്ട്, കുഞ്ഞൂസും കുഞ്ചൂസും എല്ലാവരും എത്തിയിട്ടുണ്ട്. എന്നാലും കുഞ്ചൂസ് കുറച്ച് കാര്യമായിട്ട് പറയുന്നുണ്ട്. കുഞ്ചൂസ് മെഴുകല നമുക്ക് തുടങ്ങാം. നിങ്ങൾ എല്ലാവരും സ്ഥിരമായിട്ട് പഠിച്ചു വെച്ചിട്ടുള്ളത്. കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ യൂട്യൂബിലോട്ട് വരുന്നത്, കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ ബ്ലോഗ് എടുക്കുന്നത്. എന്തൊന്നല്ലേ സ്ഥിരം പല്ലവിയാണല്ലോ. ഇതെല്ലാവരും നിങ്ങൾ കാണാൻ പടം പഠിച്ചു വെച്ചിട്ടുണ്ട്. രാവിലെ എണീച്ചിട്ട് ഞാൻ 3 നേരം ഇത് പറയുന്നു. പറ അയ്യോ അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഷോർട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ വ്ളോഗൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഞാനിപ്പോ ഇന്ന് വീഡിയോ എടുത്തിട്ട് ഷോർട്സ് ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല, വ്ളോഗൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ട് ബാക്കി പറയൂ. നാളെയാണ് കേട്ടോ നമ്മുടെ മെയിൻ ഡേ വരുന്നത്. എന്തേലും ഒന്നൊക്കെ പറ. ഒന്ന് ഇന്ന് വീഡിയോ ഇടാം, അല്ലെങ്കിൽ നാളെ വീഡിയോ ഇടാം, അല്ലെങ്കിൽ നാളെ വീഡിയോ ഇടാം, അല്ലെങ്കിൽ ഇന്ന് വീഡിയോ ഇടും. എന്തുവാ? പക്ഷെ ഇന്ന് നമ്മൾ അതിന്റെ വീഡിയോ എടുക്കണമെന്നാണ് ഞാൻ ഇന്ന് തൊട്ടുള്ള വീഡിയോസിന് എടുത്തിട്ടുണ്ടായി.
നോക്കട്ടെ ഒരു സെക്കൻഡ്. ഇത്രയും നാണം കെട്ട ഒരു ഫാമിലി കമന്റിലുണ്ട്. സത്യം ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ആരോ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെല്ലാം കണ്ടന്റ് ആണ്. ഒരു ഉളുപ്പും നാണവും ഇല്ലാത്ത ഫാമിലി, ഡ്രാമ ഫാമിലി. സത്യം ഒന്ന് പോളൂ. 465 ലൈക്ക്. അപ്പൊ വേറെ ആൾക്കാരും ഉണ്ട്. എങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവുണ്ട് പറഞ്ഞാൽ മതി. നമ്മളെല്ലാവരും സാധാരണ വാവുണ്ടാണ് കാര്യങ്ങൾ പറയാറ്. നിങ്ങളുടെ നാട്ടിൽ ഇനി വേറെ വല്ലതും ആണോ? എനിക്ക് സംശയം ഉണ്ട് കേട്ടോ. നിങ്ങളെ പരിപാടികളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു വാവുണ്ട് തന്നെയാണോ സംസാരിക്കുന്നതെന്ന്. ഞങ്ങൾ റേഷൻ കട വഴി അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ എടുക്കുക. സാധാരണ പഞ്ചായത്തിലാണ്. ഇപ്പൊ റേഷൻ കട വഴിയാണ്. ഇനി നിങ്ങൾ കാരണം റേഷൻ കട വഴി ഞാൻ അപേക്ഷ കൊടുക്കും. എപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ അവർക്ക് സ്വന്തമായി ഒന്ന് വിട്ടൂടെ? ഈ ഫ്രണ്ട്സിന് ഇത്രയും അന്തമില്ലേ? എന്തെന്ന് വയനാടൻ ഫാമിലിയെ കണ്ടു പഠിക്കുക. അയ്യോ അയ്യോ, അത് വേറൊരു സാധനം. അപ്പൊ പലരും പറഞ്ഞു അത് ഒരു ഡ്രാമയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഡ്രാമയൊന്നുമല്ല, അതൊക്കെ വെറും നാടകമായിരുന്നു. ഡ്രാമയൊന്നുമില്ല. നിങ്ങളൊക്കെ വളരെയധികം പെർഫെക്റ്റ് ആണ്. നിങ്ങളൊക്കെ കാണിച്ചതെല്ലാം നാടകമാണ്, ഒരിക്കലും ഡ്രാമയല്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ അത് നടക്കുമ്പോൾ അതൊരു ഇതാവുമ്പോഴാണ് നമുക്ക് എത്രത്തോളം സീരിയസ് ആണെന്നുള്ളത്. നിങ്ങൾ ഇത്രത്തോളമൊക്കെ സീരിയസ് ആവാൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി സീരിയസ് ആവും? നിങ്ങൾ അങ്ങനെ കുറച്ചൊരു പൊടിക്ക് അടങ്ങ്. ഇത്രയും സീരിയസ് ആവാൻ നിൽക്കല്ലേ. 2 കമന്റ് കൂടി വായിക്കാം. കല്യാണം കഴിക്കുകയോ പിരിയോ എന്ന് വീണ്ടും നാടകം കളിക്കുക, വീണ്ടും ഇത് തന്നെ ചെയ്യുക, എന്നിട്ട് ആരും ഒന്നും പറയുന്നില്ല അത്രേ. മണ്ണാങ്കട്ട. ഒരു സ്നേഹവും ഇഷ്ടവുമുള്ള ഫാമിലി ആയിരുന്നു, ഇപ്പൊ വെറുത്തു. ഡിവോഴ്സ് ഒഫീഷ്യലി നടന്നത് കൊണ്ടാണോ വീണ്ടും താലി കെട്ടിയത്? വാവ്. വീണ്ടും മൊണ്ണകളതിന്റെ അടിയിലുണ്ടെന്നുള്ളത് വേറൊരു അവസ്ഥ. പക്ഷെയാണ് ആൾക്കാർ സത്യസന്ധമായിട്ട് മനസ്സിലാക്കിയിട്ട് നല്ല പോലെ തെറി വിളിക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം താലി കെട്ടിക്കൊണ്ട് എന്ത് കാര്യം? രണ്ടുപേരുടെ സ്വഭാവം പഴയതുപോലെ തന്നെയല്ലേ? കറക്റ്റ് അല്ലേ? ആ കമന്റ് കറക്റ്റ് ആയിട്ട്. രണ്ടുപേരും 4-5 പ്രാവശ്യം കെട്ടിയാലും സ്വഭാവം പഴയത് തന്നെയല്ലേ? നമുക്കറിയുള്ളൂ. കുറെ പേര് പറഞ്ഞു വീഡിയോക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യും. നിങ്ങളൊക്കെ ഓൾറെഡി റീച്ചിൽ നിൽക്കുകയല്ലേ. നോക്കട്ടെ, ഇവരുടെ ഡിവോഴ്സ് ഡ്രാമ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ വീണ്ടും കെട്ടി എന്ന് പറഞ്ഞ് ഇവർ വരുമെന്ന്. അതെ, അത് ഞാനും പറഞ്ഞായിരുന്നു. വീണ്ടും വരും. ഇതൊക്കെ എവിടെ കൂടിയെങ്കിലും എന്തെങ്കിലും കുടായ്പകളും കാണിച്ചും കൊണ്ട് നാട്ടുകാരെ കണ്ണി പൊട്ടിയിട്ടാനിട്ട് പറ്റിക്കാനായിട്ട് വീണ്ടും കെട്ടി എഴുന്നള്ളി കുടുക്കായിട്ട് വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങൾ അതിനെ പറ്റിയിട്ട് ആരും മുന്ന് വരെ വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓ അങ്ങനെ. നിങ്ങളൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. സുജിന്റെ തീട്ടായി ഏട്ടായി അല്ലേ, അവന്റെ ചാനലിൽ കയറി നോക്ക്. അവൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അല്ലെങ്കിൽ ഒന്നുകൂടി കണ്ണു തുറന്ന് നോക്ക്. നമ്മളിപ്പോ അതൊരു കോൺട്രവേഴ്സി ആക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ. അയ്യോ, നിങ്ങളൊന്നും കോൺട്രവേഴ്സി ആക്കാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളൊക്കെ മറ്റേ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പിഞ്ച് പിള്ള ഒന്നും നിങ്ങൾ കോൺട്രവേഴ്സി ആക്കുന്നില്ല. നിങ്ങളൊക്കെ ഉള്ളുള്ള വലിയ ആൾക്കാർ. ഒരു കമന്റ് കൂടി വായിച്ചുതരാം. എല്ലാ വീടുകളിലും പ്രശ്നം കാണും. കുറച്ച് നാൾ പിരിഞ്ഞ് ഇരുന്നപ്പോൾ അവർക്ക് അവരുടെ സ്നേഹം മനസ്സിലായി. ആരാണ് ഈ മൊണ്ണ ദേവൂസ്? അല്ലെങ്കിൽ പേര് മോശം. അവരുടെ മക്കൾ അതാണ് ഇനി രണ്ടുപേരുടെയും ലോകം. മക്കൾക്ക് നല്ല അമ്മയും അച്ഛനുമായി. ദേവൂസേ നല്ലൊരു പേരാണ്, മോശമാക്കരുത്. ഓക്കെ, ഇനി താഴിനുണ്ട്. ഇനി അവരെ തനിച്ച് ഒരു ട്രിപ്പ് വിടൂ കുഞ്ചൂസ്. തിരക്കെല്ലാം മാറ്റിവെച്ച് അവർ മാത്രമായി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യട്ടെ. ദാറ്റ്സ് ബെറ്റർ ടു ഇംപ്രൂവ് ദെയർ ലൈഫ്. 147 മൊണ്ണാളതിന് ലൈക്ക് അടിച്ചിട്ടുണ്ട്. ആരാണ് ഈ തീട്ടങ്ങൾ ചവച്ചിട്ടുണ്ടെന്ന ടീംസുകൾ? ആദ്യം തൊട്ട് നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറെ 10 വീഡിയോസും അല്ലെങ്കിൽ 10-30 വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നെങ്കിൽ അതൊക്കെ ഓക്കെ. പക്ഷെ നമ്മൾ ഇന്ന് വരെ 10-30 വീഡിയോ ഉണ്ട്. 2 വീഡിയോ തന്നെ 20 ലക്ഷം രൂപ അടിച്ചിട്ട് പോയില്ല. ആ സെറ്റപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നടാ പണി വെച്ചിരിക്കേ ആ ഒരു വിഷയത്തെ ഇപ്പൊ കഴിഞ്ഞ 6 മന്ത് ആയിട്ട്. അത് ഇരിക്കട്ടെ. താട്ടന്റെ നെറ്റിയിൽ എന്ത് പറ്റി? പാവം പോട്ടെ. സ്റ്റിക്കറും ഇളക്കിക്കളെ. എന്തോ ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വെച്ചിരുന്നെന്ന് തോന്നുന്നു. അത് നെറ്റിയിൽ വെച്ചിട്ടുണ്ട്. ഇളക്കിക്കളെ. അച്ചോടാ, ഞങ്ങൾ അറിഞ്ഞില്ല നിങ്ങളുടെ താട്ടായും തീട്ടായും ഒക്കെ സെപ്പറേറ്റഡ് ആയിരുന്നു. വിഷമിപ്പിച്ച് കളയില്ല. ഇങ്ങനെ ഒരു നാത്തൂൻ പൊന്നു സീന്റെ ഭാഗ്യം. ഇങ്ങനെ ഒരു നാത്തൂനെ കിട്ടിയ ഭാഗ്യാണെന്ന്. കുടുംബത്തോടെ ഉടായ്പ കാണിക്കുമ്പോ അത് എന്താ മനസ്സിലാവാത്തത്? മൊണ്ണകളെ നമ്മള് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് യാതൊരു വീഡിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാരും കൂടെ സംസാരിച്ച് ആ വിഷയത്തിലൊരു എൻഡിങ് നമ്മൾ ഉണ്ടാക്കി. ഇപ്പം ഇത് എൻഡിങ് ആയിരുന്നു. ഒന്നുകൂടി പിടിച്ച് കെട്ടിക്കുന്നതാണ് നിങ്ങളുടെ രീതി വെച്ചിട്ട് എൻഡിങ്. എന്ത് പാടേ ഇത്? എന്തായാലും ഒരു റീൽ കൊണ്ട് വീണ്ടും ലൈംലൈറ്റിൽ കത്തി ചർച്ചയായി. വീണ്ടും അയ്യോ എന്റെ തീട്ടായി താട്ടായി കുറഞ്ഞേ എന്ന് പറഞ്ഞ് കൈയടിക്കാൻ കുറെ മൊണ്ണകള്. എന്തായാലും ഇതുവരെ കെട്ടിയതല്ലേ, അവരുടെ ലൈഫിൽ എന്തായാലും ഉണ്ട്. സെക്കൻഡ് മാരേജ് എന്നുള്ളത് അവരുടെ ലൈഫിലുണ്ട്. സെക്കൻഡ് മാരേജ് എന്നുള്ളത് അവരുടെ ലൈഫിലുണ്ട്. ഇവിടെ സാധാരണ സെക്കൻഡ് മാരേജ് എന്ന് പറയുമ്പോൾ വേറെ ആളായിരിക്കും കിട്ടുന്നത്. ഇത് കെട്ടിയനെ തന്നെ കെട്ടുന്നത് വേറെ എന്തോ അസുഖമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊട്ട് തീരട്ടെ. എന്തായാലും നമ്മൾ ഗുരുവായൂർ വെച്ചിട്ട് ഒന്നും കൂടെ അവര് താലിമായ കെട്ടാനുള്ളൊരു
താലിമാലയും കെട്ടിക്കാനുള്ളൊരു പ്ലാന് അല്ലെങ്കിൽ ഒരു ഇത് ഉണ്ട്. അപ്പം ആ ദിവസം നാളെയാണ്. അപ്പം നാളെ ഏട്ടൻ്റെ അടുത്തമ്മയുടെയും താലികെട്ടാണ്. അപ്പം നമ്മൾ വീണ്ടും താലി കെട്ടിലേക്ക് ഇത് കണ്ട് കൈയടിക്കുന്ന മൊണ്ണകളെ, രണ്ടുപേരും ഒരുമിച്ച് ഒരു ട്രിപ്പ് പോയി വരൂ. ന്യൂ ലൈഫ് തുടങ്ങുന്നതിൽ കുറച്ച് പ്രൈവസി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കൂ. കോപ്പാണ് നിന്നെയൊക്കെ വിട്ടികളാക്കിയിട്ട് കണ്ണി മണ്ണ് വരിയിട്ട് വന്നിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് അതുപോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലാത്ത മൊണ്ണകളെ. അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ 10 വീഡിയോസ് ഒന്നും ഇട്ടിട്ടൊന്നും ഇല്ല ഇപ്പൊ. പക്ഷെ നമ്മൾ നാളെ അങ്ങനത്തെ റെഡിയാണ്. അപ്പൊ അത് നമുക്കൊരു നല്ല ഇതായിട്ട് നമ്മുടെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കി വീഡിയോസ് കാണാം. വേണം. പൊന്നൂസിന് സുഖമല്ലേ? എന്തൊക്കെയോ വന്നിട്ട് അന്ന് എന്റെ വീഡിയോയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടതിൽ സന്തോഷം കേട്ടോ, വളരെയധികം സന്തോഷം. വന്നിട്ടുണ്ടല്ലോ വീണ്ടും ചിരിയൊക്കെ ആയിട്ട്. എന്തായിട്ട് എന്ത് നാണം. കൊള്ളാം, നല്ലതാ പൊന്നൂസെ, നല്ലതാ. നിനക്കെങ്കിലും കുറച്ച് ഉളുപ്പുണ്ടാവണം കേട്ടോ. അവനോ ഇല്ല, ആർക്ക് സുജിനോ ഉളുപ്പും ബോധവും വിവരമില്ല. നിനക്കെങ്കിലും കുറച്ച് ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മുടെ തീട്ടായില്ലേ ഒളിച്ച് ഇത് വെച്ച് കള്ള ഒളിക്ക് നോക്കും. ഇവിടെ തീട്ടായി നോക്കട്ട്. അതാ വന്ന് മണിമുകിൽമാരൻ പറന്നിറങ്ങിയിട്ടാണ്. ഓ, ആരാ നമ്മുടെ തീട്ടായി? അവരുടെ പാടിന് വിടും. രണ്ടുപേർക്കും കുറച്ച് മതി. പറയുന്നവർ പറയട്ടെ. എന്തായാലും ഇനി മുന്നോട്ട് നന്നായി പോട്ടെ, പ്രാർത്ഥിക്കാം. എന്തായാലും സന്തോഷമായി, നിങ്ങൾ ഒത്തിരി ഇഷ്ടം. ഓ ഐശ്വ നാണോടാ. നിനക്ക് ജെട്ടി വലിച്ചിട്ടുള്ള യോഗമേ ഉള്ളൂ. എന്തായാലും നീ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ വളരെ നല്ല കാര്യം. ജെട്ടിയും വലിച്ച് അങ്ങനെ നിന്നാ മതി. എന്തോന്ന് ജഡ്ഡിയ? എന്തുവാടെ? ഓ മാല, സോറി തിരിഞ്ഞുപോയി. കള്ള ആ സന്താശം നോക്ക്. ഉടായ്പകളും കാണിച്ചിട്ട് ഇത് ഒടുക്കത്തെ കെട്ട. അതെന്താ ഒരു കുത്തിപ്പറച്ചില്? ഇനിയും കെട്ടണം, നിങ്ങൾ മാറി മാറി കെട്ടണം. അവസാനം ഞാൻ കറങ്ങി തിരിഞ്ഞ് പൊന്നൂസിന്റെ അടുത്ത് തന്നെ വന്നു. അല്ല, അവസാനം ഞാൻ കറങ്ങി തിരിഞ്ഞ് പൊന്നൂസിന്റെ അടുത്തേക്ക് തന്നെ വന്നു. ഓക്കെ ബൈ. മതിയുടെ നിന്റെയൊക്കെ തള്ളുകൾ നിർത്ത്. ഒരു പൊടിക്ക് അടങ്ങ് മതി. ഞാൻ ഈ തള്ളു കണ്ട് സത്യം പറഞ്ഞ മടുത്തടേ. നിന്റെയൊക്കെ തള്ളുകൾ കാണുമ്പോൾ സത്യം പറഞ്ഞ വെറും പുച്ഛം പരിഹാസമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂമ്പാരമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും ഗതികെട്ട ഇത്രയും തീട്ട കേസുകൾ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഞാൻ ഒന്ന് നിന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിക്കാം. എൻ്റെ പേര് സുജിൻ, യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനാണ്. എൻ്റെ പേര് സുജിൻ, പാലക്കാട് ചെറുപ്പളാശ്ശേരിയാണ് വീട്. എൻ്റെ വീട്ടിലെ കൊച്ചു സന്തോഷങ്ങളും ചെറിയ സങ്കടങ്ങളും എല്ലാം പങ്കുവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ബെല്ലൈക്കണും കൂടി അടിക്കാം ബെല്ലൈക്കൺ. എന്തായാലും കൊള്ളാടാ സുജിനെ, നീ ഒരു കില്ലാടി തന്നെയാണ്, കാട്ട് കില്ലാടി. എന്തായാലും നിന്നെപ്പോലെ ഒരുത്തനെയൊക്കെ വയ്യ. ഇനി അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ള പോസ്റ്റ് നോക്കാം. ത്രെഡ്സിലാണ് കേട്ടോ. എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിന്ന് തുടങ്ങുന്നു. ഇതെല്ലാം കാണേണ്ട ഗതികേടാണല്ലോ നമ്മുടെ ഗുരുവായൂരപ്പൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കഷ്ടമുണ്ടാ കഷ്ടം. നിനക്ക് തന്നെ നീ ഒരു മൊണ്ണയാണെന്ന് തോന്നുന്നില്ലടാ സുജിനെ. പോട്ട്. ലാസ്റ്റ് ഇട്ടിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. 3,90,000. അതിന് മുന്നേ ഇട്ടത് 8 ലക്ഷം. ഇങ്ങനെ വാരി കൂട്ടിയിട്ടുണ്ട്. പുതിയ ഓഡി, ബെൻസ്, BMW എല്ലാം അടുത്ത് ഷെഡിൽ നിരത്തിയിട്ടുണ്ട്. നല്ല പോലെ അവൻ പൈസ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ വിഡ്ഢികൾ മാത്രം ബാക്കിയാകുന്നു. ഓക്കെ, ഒരു പോസ്റ്റ് കുറച്ച് നാൾ 1 മാസം മുന്നേ ഇട്ടത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒരുപാട് നടക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒത്തുപോകാൻ പറ്റില്ല എന്ന് തോന്നി ഞങ്ങൾ തന്നെ എടുത്ത തീരുമാനമാണ് പിരിയാമെന്ന്. ആർക്കും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ ഇനി ഇതിന്റെ പേരിൽ ആരും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നെഗറ്റീവ് കമന്റുകൾ, ട്രോൾ വീഡിയോ ഉണ്ടാക്കി വരരുത്. ഞാൻ ഇതിനെപ്പറ്റി ഇനി ഒന്നും പ്രതികരിക്കില്ല. നീ വാ തുറക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. നിന്റെ പ്രതികരണം കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ് കവാല നോക്കി ഒരെണ്ണം തരാൻ തോന്നും. നീ കണകുണാന്ന് വന്നിട്ട് ഗുണഗുണാന്ന് വല്ലതും പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. നാട്ടുകാരെടുത്തിട്ട് പഞ്ഞിക്കിടുകയും ചെയ്യും. എന്നിട്ട് പറയും ഞങ്ങൾ ഒന്നിച്ചെന്ന്. എടാ, ഇങ്ങനെ ഉളുപ്പില്ലാണ്ട് തീട്ടായി നിനക്ക് തന്നെ നീ ഒരു തീട്ടമാണെന്ന് തോന്നുന്നില്ലടാ. കൊച്ചിക്കള്ള, അമ്പിടിക്ക, ജിഞ്ചിക്കാടി. നിന്നെയൊക്കെ പോലെ ഓരോന്ന് കാരണമാണ് ഈ നാട് കൂട്ടിച്ചോറാണ്. ഉള്ള കാര്യം സീരിയസിൽ പറയാമല്ലോ. സ്വയമേ ഒരു ഉളുപ്പൊക്കെ തോന്നണം മനുഷ്യനായ. ഇതല്ല കൊള്ളാം. കുടുംബത്തോടെ ശബാഷ്, അടിപൊളി. അങ്ങനെ ഒന്നിച്ചിരിക്കുകയാണ് തീട്ടായി താട്ടായി ഒക്കെ. ഇതല്ല കൊള്ളാം. കണ്ടപ്പോൾ എനിക്ക് തന്നെ നിന്നോടൊക്കെ പുച്ഛം തോന്നുന്നു. വേറൊന്നും പറയാനില്ല. അല്ലെങ്കിൽ ഈ കുടുംബ പ്രശ്നമൊക്കെ ആരെങ്കിലും നാട്ടുകാരെ കാണിക്കുള്ളൂ. കൊച്ചു സന്തോഷവും കൊച്ചു ദുഃഖം എന്ന് പറഞ്ഞ ഭാര്യയ്ക്ക് അവിധം എന്നൊക്കെ പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കിയിരുന്ന നീ. ഒന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പുതിയ വീഡിയോ ഇടണം.